ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അക്ഷയ് സാർ ആണ്. സോ മക്കളെ, തമ്പനയിൽ കണ്ടതുപോലെ നമ്മൾ പ്ലാന്റ് ടിഷ്യൂസ് കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഐ ഗ്യാരണ്ടി യു, ഈ ഒരു വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് കാണുകയാണെങ്കിൽ, ഫസ്റ്റ് മുതൽ അവസാനം വരെ കംപ്ലീറ്റ് കാണുകയാണെങ്കിൽ കംപ്ലീറ്റ് പ്ലാന്റ് ടിഷ്യൂസ് എന്നുള്ള സെക്ഷൻ കംപ്ലീറ്റ് നമ്മൾ ക്ലിയർ ചെയ്യും. ഓക്കെ, സോ അതുകൊണ്ട് ആരും ഈ ഒരു വീഡിയോ മിസ് ചെയ്യരുത്. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യാൻ ആരും മടിക്കരുത്. സോ നമ്മുടെ 9 CBSE സംബന്ധിച്ചിടത്തോളം ടിഷ്യൂസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. സോ അതിന് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ്. ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഫ്രെയിം ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് ടിഷ്യൂസ്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. പ്ലാന്റ് ടിഷ്യൂസ് ആണ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, സെല്ലുകൾ ഗ്രൂപ്പ് ആവുന്നു. അതും സെയിം ഒറിജിൻ സെയിം ഫങ്ഷൻ ഉള്ള സെല്ലുകൾ ഗ്രൂപ്പായി ഫോം ചെയ്തതാണ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ സെല്ലുകളുടെ ഗ്രൂപ്പാണ് ടിഷ്യൂസ്. ഓഫ് സെയിം കൈൻഡ്, സെയിം ഒറിജിൻ, സെയിം ഫങ്ഷൻ എന്ന് നമുക്ക് പറയാം. അതാണല്ലേ മക്കളെ ടിഷ്യൂസ് എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഈ പ്ലാന്റ് ആയാലും ആനിമൽസ് ആയാലും ടിഷ്യൂസ് ഉണ്ട്, വ്യത്യസ്ത തരം ടിഷ്യൂസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്ലാന്റ് ടിഷ്യൂസ് മാത്രമായിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക. പ്ലാന്റ് ടിഷ്യൂസിലെ കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ നമുക്കറിയാം, പ്ലാന്റ് ടിഷ്യൂസിലേക്ക് വരുമ്പോൾ 2 തരത്തിലാണ് പ്രധാനമായും പ്ലാന്റ്സിൽ ടിഷ്യൂസ് ഉള്ളത്. ഒന്ന് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്, മറ്റൊന്ന് പെർമനന്റ് ടിഷ്യൂസ്. ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി, പ്ലാന്റ്സിൽ ഗ്രോത്ത് എന്ന് പറയുന്ന, വളർച്ച എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട് അല്ലേ? പ്ലാന്റ്സിന്റെ വളർച്ച സംഭവിക്കുന്ന ഭാഗങ്ങൾ, പ്ലാന്റ്സിൽ പല ഭാഗങ്ങളിൽ വളർച്ച സംഭവിക്കാറുണ്ട്. ഗ്രോത്ത്, ഇപ്പോൾ സ്റ്റെമ്മ്, റൂട്ട്, അതിലൊക്കെ ടിപ്സിൽ ഗ്രോത്ത് സംഭവിക്കും. പ്ലാന്റ്സ് എന്താ പറയുക, തിക്നെസ്, ഗിർത്ത് കൂടുന്നതും കാണാൻ പറ്റുന്നുണ്ട്. സോ ഇതുപോലുള്ള പല ഗ്രോത്തും പ്ലാന്റ്സിനുണ്ട്. പ്ലാന്റ്സിൽ ഗ്രോത്തിന് കാരണമാകുന്ന ടിഷ്യൂസ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആണ്. എന്ത് ടിഷ്യൂസ് ആണ്? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്. അപ്പോൾ ടിഷ്യൂസിൽ നമുക്കറിയാം സെല്ലുകളാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. അപ്പം മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിലുള്ള സെല്ലുകളുടെ പ്രത്യേകത അവർക്ക് ഡിവിഷൻ എബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. സോ ടിഷ്യൂസ്, അതായത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിലുള്ള സെല്ലുകൾക്ക് ഡിവിഷൻ എബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ദ സെൽസ് ഓഫ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ഹാവ് ഗോട്ട് ദി എബിലിറ്റി ഓഫ് ഡിവിഷൻ. ആക്റ്റീവ്ലി ഡിവൈഡിങ് സെല്ലുകളാണെന്ന് പറയാം. അതാണ് അവിടെ വളരെ കൃത്യമായി നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യം. ആക്റ്റീവ്ലി ഡിവൈഡിങ് സെല്ലുകൾ, അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. ഓക്കെ, റെഡി. അപ്പോൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിന്റെ പ്രത്യേകത, ദേ ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് ദാറ്റ് ആർ ആക്റ്റീവ്ലി ഡിവൈഡിങ്. അതാണ് വളരെ വലിയ പ്രത്യേകത. ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ് ആണ്. ഡിവൈഡിങ് സെൽസ്, ആക്റ്റീവായി ഡിവൈഡ് ചെയ്യുന്ന സെല്ലുകളാണ് അവിടെ ഉള്ളത്. ഇനി പെർമനന്റ് ടിഷ്യൂസിലേക്ക് വരുമ്പോൾ ഇത്തരം ടിഷ്യൂസിലുള്ള സെല്ലുകൾക്ക് ഡിവിഷൻ എബിലിറ്റി നഷ്ടപ്പെട്ടിരിക്കുന്നു. നോക്കിക്കേ, ഡിവിഷൻ എബിലിറ്റി നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർക്ക് ഡിവൈഡ് ചെയ്യാനുള്ള കഴിവില്ല. മറിച്ച് അവർ സ്പെഷ്യലൈസ്ഡ് ആയി എന്തെങ്കിലും ഒരു ഫങ്ഷൻ ചെയ്യാൻ അവർ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുണ്ട്. ഡിഫറൻസിയേഷൻ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിഷ്യലി അവർക്ക് ആദ്യം മെരിസ്റ്റമാറ്റിക് ആയിരുന്നു, അതായത് ഡിവിഷൻ എബിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഡിവിഷൻ എബിലിറ്റി നഷ്ടപ്പെട്ട് അവർ ഡിഫറൻഷിയേറ്റഡ് ആയിട്ട് വേറെ എന്തെങ്കിലും ഫങ്ഷൻ, സ്റ്റോറേജ്, പിന്നെന്താ പറയുക, വാട്ടർ കണ്ടക്ഷൻ, ഫുഡ് ട്രാൻസ്ലോക്കേഷൻ, സപ്പോർട്ട്, സ്ട്രെങ്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. സോ ഇവരെ നമ്മൾ പെർമനന്റ് ടിഷ്യൂസ് എന്നാണ് വിളിക്കുന്നത്. പേര് പോലെ തന്നെ പെർമനന്റ് ആണ്. അവർക്ക് ഗ്രോത്ത് എന്നുള്ളൊരു ഫീച്ചർ ഇല്ല. മറിച്ച് ആ ഒരു ടിഷ്യൂസിലുള്ള സെല്ലുകൾക്കുള്ള ഡിഫറൻസിയേഷൻ സംഭവിച്ച് പല പല ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടി അവർ അഡാപ്റ്റഡ് ആയി മാറിയിരിക്കുകയാണ്. സോ ഇതാണ് മേജർ ഡിഫറൻസ്. നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഇതാണ്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയുമ്പോൾ അവിടെയുള്ള സെല്ലുകൾ ആക്റ്റീവ്ലി ഡിവൈഡിങ് ആണ്. പ്ലാന്റ്സിന് ഗ്രോത്തിന് കാരണം മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ തന്നെയാണ്, നോ ഡൗട്ട്. പെർമനന്റിലേക്ക് വരുമ്പോൾ അവർക്ക് ഡിവിഷൻ എബിലിറ്റി ഇല്ല അല്ലേ? ആ ഒരു സെല്ലുകൾക്ക്, ആ ഒരു ടിഷ്യൂസിലുള്ള സെല്ലുകൾക്ക് ഡിവിഷൻ എബിലിറ്റി ഇല്ല. മറിച്ച് അവർ ഡിഫറൻഷിയേറ്റ് ചെയ്ത് മറ്റു പല ഫങ്ഷൻസും ചെയ്യാൻ വേണ്ടി അവർ ആ ഒരു കാപ്പബിലിറ്റിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ. ഇതാണ് ബേസിക്കലി മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവും അതുപോലെ തന്നെ പെർമനന്റ് ടിഷ്യൂ. ഇനി ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ തന്നെ നമുക്ക് 3 തരത്തിൽ പഠിക്കാനുണ്ട്. അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ഓവറോൾ കമ്പാരിസൺ നമുക്കൊന്ന് നോക്കാം. പെർമനന്റ് ടിഷ്യൂവിൻ്റെതാണ് കേട്ടോ പറയുന്നത്. ഇതിന്റെ മെരിസ്റ്റമാറ്റിക്കിലേക്ക് നമുക്ക് വരാം. പെർമനന്റ് ടിഷ്യൂ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് അല്ലെങ്കിൽ കൈൻഡ് ഓഫ് സെൽ, അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 2 തരത്തിലാണ്. ഒന്ന് സിമ്പിൾ പെർമനന്റും
മറ്റൊന്ന് കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ. സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ കാണാൻ ഒക്കെ കേട്ടോ, കാണാൻ പറ്റുന്നുണ്ടാവും വിചാരിക്കുന്നു. സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ സിമ്പിൾ, ഒരേ തരം സെല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ടിഷ്യൂസിനെ സിമ്പിൾ എന്ന് പറയാം. ഓക്കെ, ഇനി വ്യത്യസ്ത തരം സെല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ടിഷ്യൂസിനെ നമുക്ക് കോംപ്ലക്സ് എന്ന് പറഞ്ഞൂടെ. കോംപ്ലക്സിറ്റി കൂടൂലേ? വ്യത്യസ്ത തരം കൈൻഡ് സെല്ലുകൾ ഉണ്ടെങ്കിൽ കോംപ്ലക്സിറ്റി കൂടും ഡെഫിനറ്റ്ലി. കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ വേണ്ടി സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഒരു ക്ലാസ് റൂം. ഓക്കെ, ദർ ഈസ് എ ക്ലാസ് റൂം. ആ ക്ലാസ് റൂമിൽ 15 വയസ്സുള്ള കുട്ടികൾ പോട്ടെ, അല്ലെങ്കിൽ 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളെ മൊത്തത്തിൽ ഇരുത്തി. 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളെ മൊത്തത്തിൽ ഇരുത്തി. അപ്പോൾ നമുക്കത് 5ാം ക്ലാസ് എന്ന് പറയാം. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഏജ് ഗ്രൂപ്പുള്ള കുട്ടികളിട്ട് അത് 5ാം ക്ലാസ്സായി. എന്നാൽ 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയും 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയും 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയും +2 പഠിക്കുന്ന കുട്ടിയും കോളേജ് പഠിക്കുന്ന കുട്ടിയും എല്ലാവരെയും കൂട്ടി ഒരു ക്ലാസ് റൂമിൽ ഇരുത്തി കഴിഞ്ഞാൽ അത് 5ാം ക്ലാസ് എന്ന് പറയാൻ പറ്റില്ല. അത് കോംപ്ലക്സിറ്റി കൂടി, നമുക്ക് പറയാനൊരു ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് തരം കുട്ടികൾ അതിനകത്ത് വന്നു. അതുപോലെ ഒന്ന് ആലോചിച്ച് നോക്കുക. പ്ലാന്റ് ടിഷ്യൂസിൽ, ഇപ്പോൾ പെർമനന്റ് ടിഷ്യൂസിൽ, ആ ടിഷ്യൂസിലുള്ള സെല്ലുകളെല്ലാം ഒരേ കൈൻഡ് ആണെങ്കിൽ അത് സിമ്പിൾ എന്ന് വിളിക്കാം. എല്ലാം ഒന്നല്ലേ, എല്ലാം ഒന്നാകുമ്പോൾ പണി കുറഞ്ഞു അല്ലേ. സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസ് എന്ന് വിളിക്കാം. ഇനി അതല്ല, ഈ പെർമനന്റ് ടിഷ്യൂസിൽ തന്നെ ഒരു സെല്ല് ഇന്ന തരത്തിലാണ്, ഇലോങ്ങേറ്റഡ് ആയിട്ട് സ്പിൻഡിൽ ആകൃതിയിലുണ്ട്, ഒരു സെല്ല് ഇങ്ങനെയാണ്, ഒരു സെല്ല് മറ്റേ രീതിയിലാണെന്ന് പറയുമ്പോൾ കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ തന്നെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കുറച്ച് ടിഷ്യൂസ് ആണ്. പേരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ. പഠിക്കാട്ടോ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമയാണ് സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസിൽ വരുന്നത്. കോംപ്ലക്സിലേക്ക് വരുമ്പോൾ സൈലം ഫ്ലോയമാണ്. സൈലവും ഫ്ലോയവുമാണ് കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂസ്, CPT. അപ്പോൾ ഇതിലേക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരാനുണ്ട്. സോ ഇത് ജനറലൈസ് ചെയ്ത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു, ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂലേക്ക് വരുമ്പോൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ 3 തരത്തിൽ. അതിനുമുന്നേ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്താണ് നമ്മൾ നോക്കിയതാണ്, ഒന്നുകൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ടിഷ്യൂ ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഗ്രോത്ത് ഓഫ് ദ പ്ലാന്റ്. ഞാൻ മെൻഷൻ ചെയ്തതാണ്, പ്ലാന്റ്സിൽ ഗ്രോത്തിന് കാരണം മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. റിമെമ്പർ ഓൾവേസ്. ഇൻ സ്പെസിഫിക് റീജിയൻ. ഇതാ നോക്കണ്ട, എല്ലാ ഭാഗത്തും കാണില്ല. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ നമുക്ക് എല്ലാ ഭാഗത്തും കാണില്ല. കാരണം പ്ലാന്റ്സിന്റെ എല്ലാ ഭാഗത്തും വളർച്ചയില്ല എന്നുള്ളതാണ് വസ്തുത. സോ വളർച്ചയുള്ള ഭാഗത്ത് കാണും, വളർച്ചയില്ലാത്ത ഭാഗത്ത് കാണില്ല എന്നുള്ള ഓർത്ത് വെക്കാം. അതാണ് പറഞ്ഞത് ഇൻ സ്പെസിഫിക് റീജിയൻ ഓഫ് ദ പ്ലാന്റ്. ആ റീജിയനെ നമ്മൾ ആ ഭാഗത്ത് കാണുന്ന ടിഷ്യൂവിനെ വിളിക്കുന്ന പേരാണ് കുട്ടികളെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. എന്താ വിളിക്കുക? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് വിളിക്കുക. എന്താ വിളിക്കുക കുട്ടികളെ? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡിവൈഡിങ് ടിഷ്യൂ ഓഫ് ദ പ്ലാന്റ്. എന്താ കണ്ട, ഡിവൈഡിങ് ടിഷ്യൂ എന്ന് വിളിക്കുക. സെല്ലുകൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുക, ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസാ. അങ്ങനെ വിളിക്കുന്നത് തെറ്റില്ലല്ലോ. ഡിവിഷൻ അല്ലെങ്കിൽ ഡിവൈഡിങ് ടിഷ്യൂ എന്ന് വിളിക്കുന്നതിൽ യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല. അങ്ങനെ വിളിക്കണം, ഡിവൈഡിങ് ടിഷ്യൂ ആണെന്ന് വിളിക്കണം. ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഒന്ന് നോക്കാം. ആ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിൽ കാണുന്ന സെല്ലുകളുടെ ക്യാരക്ടറാണ് സെൽസ്. ആ ഒരു മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിൽ ഒരുപാട് സെല്ലുകൾ ഉണ്ടാവില്ല, ടിഷ്യൂ അല്ലടാ, അപ്പൊ ഒരുപാട് സെല്ലുകൾ ഉണ്ടാവും. കണ്ട സെല്ല്. അപ്പൊ ആ സെല്ലുകളുടെ പ്രത്യേകത ഒന്ന് നമുക്ക് നോക്കിക്കൂടെ? നോക്കണം, പഠിക്കണം അത് കേട്ടോ. നോക്കിയാൽ മാത്രം പോരാ, പഠിക്കണം. ഒന്ന്, ഡെൻസ് സൈറ്റോപ്ലാസം. നിറഞ്ഞിരിക്കുന്ന ഡെൻസ് സൈറ്റോപ്ലാസം ഇസ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് മെരിസ്റ്റമാറ്റിക് സെല്ല്. ഓക്കേടാ കുട്ടികളെ. പിന്നെന്താണ്? പ്രോമിനന്റ് ന്യൂക്ലിയസ്. നല്ല തെളിഞ്ഞു നിൽക്കുന്ന ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട് കുട്ടികളെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിലെ സെല്ലുകൾക്ക് കിട്ടാം. പിന്നെന്താ? വാക്യൂൾ ഇല്ല. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. പോയോ? വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണെന്നറിയോ? വാക്യൂൾ ഇല്ല എന്നുള്ളതാണ്. കാരണം ഇദ്ദേഹത്തിന്റെ ഫംഗ്ഷൻ ഡിവൈഡ് ചെയ്ത് ഗ്രോത്ത് എന്നുള്ള ഫംഗ്ഷനാ, സ്റ്റോറേജ് എന്നുള്ള ഫംഗ്ഷൻ മെരിസ്റ്റമാറ്റിക് സെല്ലിന്റെയോ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിന്റെ ഫംഗ്ഷൻ അല്ല സ്റ്റോറേജ്. വാക്യൂൾ ഇസ് മെന്റ് ഫോർ സ്റ്റോറേജ്, ബട്ട് ഹിയർ ഇറ്റ് ഈസ് അൺഡിഫറൻഷിയേറ്റഡ് സെല്ല്. ഇതിന് ഗ്രോത്ത് എന്നുള്ള കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ, ഡിവൈഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അവർക്ക് സ്റ്റോറേജ് എന്നുള്ളൊരു സംഭവം ഇല്ല. സോ വാക്യൂൾ ഇല്ല എന്നുള്ളത് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ഫീച്ചർ ഓഫ് മെരിസ്റ്റമാറ്റിക് സെൽസ്. ആക്റ്റീവ് ഡിവൈഡിങ് സെല്ല്. ആക്റ്റീവായി ഡിവൈഡ് ചെയ്യുന്ന സെല്ലാ, ആക്റ്റീവായി ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ വാട്ട്? ആൻഡ് ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ഗ്രോത്ത്. ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഗ്രോത്ത് ഓഫ് ദ പ്ലാന്റ് ബോഡി. ദെൻ ഇതിന്റെ വാൾസ് ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇതിന്റെ വാൾ ഉണ്ടല്ലോ, ഇതിന്റെ ഭിത്തി, ഇതിന്റെ വാൾസ് എന്ന് പറയുന്നത് നേർത്തതാണ്.
ആൻഡ് ഈസ് മെയ്ഡ് ഓഫ് സെല്ലുലോസ്. സെല്ലുലോസ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന വാൾസ് ആണ്. ഓക്കെ, നോ ഡൗട്ട് പ്ലാന്റ് സെൽ വാൾ സെല്ലുലോസ് കൊണ്ടല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ സെല്ലുലോസ് കൊണ്ട് ഉണ്ടാക്കിയ നേർത്തതാണ്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇതിന്റെ സെൽ വാള് നേർത്തതാണ്. നല്ല കട്ടിയൊന്നും ഉണ്ടാവില്ല, നേർത്ത വാൾസ് ആണെന്ന് ഓർത്ത് നോക്കാം. അപ്പൊ ഒന്ന് പോയിന്റ്സ് ഒന്ന് റീകോൾ ചെയ്തേ. ഡെൻസ് സൈറ്റോപ്ലാസം പറഞ്ഞ പോയിന്റ് ആണ്. പ്രൊമിനന്റ് ന്യൂക്ലിയസ് പറഞ്ഞ പോയിന്റ് ആണ്. ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ് പറഞ്ഞ പോയിന്റ് ആണ്. എന്തില്ല? വാക്യൂൾ ഇല്ല. വാക്യൂൾ ഉണ്ടാവൂല, സ്റ്റോറേജ് ഇതിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് കൊണ്ട്. പിന്നെന്താ പറഞ്ഞത്? ഇതിന്റെ സെൽ വാള് എന്താണ്? നേർത്തതാണ്, തിന്നാണ്. ആൻഡ് ഈസ് മെയ്ഡ് ഓഫ് സെല്ലുലോസ്. സെല്ലുലോസിക് അല്ലെങ്കിൽ സെല്ലുലോസ് വാളാണ് കാണും. ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ഇനി ഇതിന്റെ ടൈപ്സിലേക്ക് വരുമ്പോൾ 3 ടൈപ്പ് അതിന്റെ കൂടെ തന്നെ പഠിക്കണം. 3 ടൈപ്പിലാണ് ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഉള്ളത്. 3 തരത്തിലാണ്. പ്ലാന്റിന്റെ ഏതൊക്കെ റീജിയൻസിലാണ് ഇത് ഉള്ളത് എന്ന അടിസ്ഥാനത്തിൽ നമുക്ക് അങ്ങനെ പറയാം. ഒന്ന് ആപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയും. എന്താണ് ആപ്പിക്കൽ മെരിസ്റ്റം? ഒന്നാമത്തത്. പിന്നെ ഉള്ളത് ലാറ്ററൽ മെരിസ്റ്റം. ലാറ്ററൽ മെരിസ്റ്റം. പിന്നുള്ളത് ഇന്റർകാലറി മെരിസ്റ്റം. ഒന്നുകൂടി പറയാം. First one is apical meristem, which is in apex of plant body, apex of root, apex of shoot. വേരിന്റെയും അതുപോലെ തന്നെ കാണ്ഡം സ്റ്റെമ്മിന്റെയും അറ്റത്ത് കാണും. അപ്പെക്സ് ഓർ ടിപ്പ് ഓഫ് എന്ന് പറയാം കേട്ടോ. എടാ കുട്ടികളെ, ടിപ്പ് ഓഫ് സ്റ്റെമ്മ, ടിപ്പ് ഓഫ് റൂട്ട് ഇവിടെയൊക്കെ കാണും കേട്ടോ. ടിപ്പ് ഓഫ് സ്റ്റെമ്മ, ടിപ്പ് ഓഫ് സ്റ്റെമ്മ, പിന്നെ ടിപ്പ് ഓഫ് റൂട്ട്, ടിപ്പ് ഓഫ് റൂട്ട് ഇവിടെയൊക്കെ കാണുന്നതാണ് കുട്ടികളെ എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുന്നത്. ആ എപ്പിക്കൽ മെരിസ്റ്റം ടിപ്പ് ഓഫ് ദ സ്റ്റെമ്മിലും ടിപ്പ് ഓഫ് ദ റൂട്ടിലും ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് ഡിവിഷൻ നടന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇലോങ്ങേഷൻ. അല്ലടാ, എടാ അറ്റത്താണ് ഉള്ളത്. സി മക്കളെ സി സിമ്പിൾ ആയിട്ട് ഇതിപ്പോ ഷൂട്ടിന്റെ അറ്റമാണെന്ന് വരിക. ഇത് ഷൂട്ടിന്റെ അറ്റത്തുള്ള എപ്പിക്കൽ മെരിസ്റ്റമാണ്. എപ്പിക്കൽ മെരിസ്റ്റം ഡിവൈഡ് ചെയ്ത് ആക്ച്വലി ഇറ്റ് വിൽ കോസ് ഇലോങ്ങേഷൻ. സി ലെങ്ത് വിൽ ബി ഇൻക്രീസ്ഡ്. ലെങ്ത് ഇൻക്രീസ് ചെയ്യും. ഓക്കെ. പിന്നുള്ളത് ലാറ്ററൽ മെരിസ്റ്റം. ലാറ്ററൽ മെരിസ്റ്റം പ്ലാന്റ്സിന്റെ കാമ്പിയം എന്ന് പറയുന്നത്. കാമ്പിയം സൈഡ് വൈസിലാണ് കാണാം. അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈഡിലായിട്ട് കാണാൻ പറ്റും. അത് ഗിർത്ത് ഇൻക്രീസ് ചെയ്യാം, തിക്നെസ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും. തിക്നെസ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ലാറ്ററൽ മെരിസ്റ്റം. ഡീറ്റെയിൽ ആയി നമുക്ക് പറയാം. പിന്നുള്ളത് ഇന്റർകാലറി മെരിസ്റ്റം എന്ന് പറയുന്നത് ഈ നോഡൽ ഇന്റർനോഡൽ റീജിയൻസിന്റെ ഇടയിൽ കാണുന്ന മെരിസ്റ്റമാണ്. അതായത് ഒരു പ്ലാന്റ് ബോഡി നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഒരു പ്ലാന്റ് ബോഡിയെ നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ദിസ് ഈസ് ദ ലീഫ്, ദിസ് ഈസ് അനദർ ലീഫ്. ഓക്കെ, ഈ ലീഫ് ഒറിജിനേറ്റ് ചെയ്യുന്ന റീജിയനെ നമ്മൾ നോഡ് എന്ന് വിളിക്കും. ലീഫ് ഒറിജിനേറ്റ് ചെയ്യുന്ന റീജിയൻ ഇസ് നോഡ്. സപ്പോസ് ദിസ് ഈസ് നോഡ് 1, ഇതും മറ്റൊരു നോഡാണ്. ദിസ് ഈസ് നോഡ് 2. Okay, node 1 and node 2. First node, second node. And the region between 2 node, you can see the region between 2 node. 2 നോഡുകൾക്കിടയിലുള്ള റീജിയൻ, അതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ ഇന്റർനോഡ് എന്ന് വിളിക്കുന്നത്. ഇന്റർനോഡ്. ഓക്കെ. അപ്പൊ ആ ഒരു ഇലോങ്ങേഷൻ അവിടെ സംഭവിക്കാൻ സഹായിക്കുന്നതാണ് ഇന്റർകാലറി മെരിസ്റ്റം എന്ന് പറയുന്നത്. അത് ഇലോങ്ങേഷൻ തന്നെയാണ്. അപ്പൊ അപ്പിക്കൽ മെരിസ്റ്റം റൂട്ടിന്റെയും ഷൂട്ടിന്റെയും അല്ലെങ്കിൽ സ്റ്റെമ്മിന്റെയും ഒക്കെ നീളം കൂടാൻ സഹായിക്കും. ഈ നീളം കൂടുന്ന തരം ഗ്രോത്തിന് നമ്മൾ പ്രൈമറി ഗ്രോത്ത് എന്നാ പറയാ. പ്രൈമറി ഗ്രോത്ത് ഓഫ് ദ പ്ലാന്റ് ബോഡി. പ്രൈമറി ഗ്രോത്ത് ഓഫ് ദ പ്ലാന്റ് ബോഡി മീൻസ് ഇത് ഇലോങ്ങേഷൻ ആണ് സംഭവിക്കുന്നത്. Then lateral meristem or cambium is responsible for increasing the girth of the plant body, thickness of the plant body. ഓക്കെ, പ്ലാന്റ് ബോഡിയുടെ സ്റ്റെം ഇങ്ങനെ വീതി കൂടി വണ്ണം വെക്കുന്ന കാണാറുണ്ട്. സോ ഗിർത്തിന് കാരണം ഇറ്റ് ഈസ് ലാറ്ററൽ മെരിസ്റ്റം. ആൻഡ് പ്ലാന്റിന്റെ ഗിർത്ത് കൂടുന്നതിന്റെ ഗ്രോത്ത് നമ്മൾ സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയാം. സെക്കൻഡറി ഗ്രോത്ത് ഇൻക്രീസിംഗ് ദ ഗിർത്ത് ഓഫ് ദ പ്ലാന്റ് ബോഡി. And primary growth is increasing the length of the plant body. Increasing the length of the plant body, primary growth. Increasing the girth of the plant body, it's secondary growth. ഇത്രയും ഓർമ്മിച്ച് നോക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് നോക്കാം. എപ്പിക്കൽ മെരിസ്റ്റം, ടിപ്പ് ഓഫ് ഷൂട്ട് റൂട്ട് അല്ലെങ്കിൽ അപ്പെക്സ് ഓഫ് ഷൂട്ട് റൂട്ട് കഴിഞ്ഞു ലൊക്കേഷൻ കഴിഞ്ഞു. Responsible for extension. Extension means elongation of shoot and root of the plant. Elongation of root to shoot of the plant. Because it is found in tip of shoot and root,
ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇലോങ്ങേഷൻ ഓഫ് റൂട്ട് ആൻഡ് ഷൂട്ട്. ക്ലിയർ അല്ലേ മക്കളെ? ഇന്റർ കാലറി മെരിസ്റ്റം കണ്ടോ, ഇപ്പൊ മുളയുടെ കേസിലാണ് പറയുന്നത്. നോഡൽ ഇന്റർനോഡൽ റീജിയനിൽ കാണും. ദ നോഡ്സ് ആൻഡ് ഇന്റർനോഡ് ഓഫ് സർട്ടൻ പ്ലാന്റ്സ് ലൈക്ക് ബാംബു, ഗ്രാസിലൊക്കെ കാണും ബാംബു. ഓക്കെ, ബാംബു എന്ന് പറഞ്ഞാൽ മുള, ഇതൊക്കെ കാണും കേട്ടോ. നോഡൽ ഇന്റർനോഡൽ റീജിയനിൽ ഇന്റർ കാലറി മെരിസ്റ്റം ഹെൽപ്പ് ഇൻ വെർട്ടിക്കൽ ഇലോങ്ങേഷൻ. അതും ഇലോങ്ങേഷൻ തന്നെയാണ് അല്ലെ. ഇപ്പൊ നോഡൽ ഇന്റർനോഡൽ റീജിയനിൽ പിന്നെ സെല്ല് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇലോങ്ങേഷൻ ദാറ്റ് ടു വെർട്ടിക്കൽ ഇലോങ്ങേഷൻ തന്നെയാണ് കാരണമാകുന്നത്. ഇനി ലാറ്ററൽ മെരിസ്റ്റം ഓർ കാമ്പിയം, ഇത് നമുക്ക് കാണുന്നത് സ്റ്റെമ്മിലും റൂട്ടിലൊക്കെ കാണും, സൈഡിലായിട്ട് കാണും കേട്ടോ. അതൊക്കെ നിങ്ങൾ സെക്ഷൻ വലിയ ക്ലാസ്സിൽ പഠിക്കും. സൈലത്തിന്റെ ഫ്ലോയത്തിന്റെ എവിടെയൊക്കെ കാണുന്നു, മോണോകോട്ടിൽ ഡൈക്കോട്ടിൽ എങ്ങനെയൊക്കെ വരുന്നു, മോണോകോട്ടിലില്ല ഡൈക്കോട്ടിൽ എങ്ങനെയൊക്കെ വരുന്നു, അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ വലിയ ക്ലാസ്സിൽ പഠിക്കും. ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറയുന്നത് എന്തിന് കാരണം? ഗിർത്തിന് കാരണം, തിക്നെസ്സിന് കാരണം. പ്ലേസ് എൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ലാറ്ററൽ ഗ്രോത്ത്, തിക്നെസ് ഓഫ് റൂട്ട് ആൻഡ് സ്റ്റെം ഓഫ് ദ പ്ലാന്റ്. ഓർപ്പിച്ചു പോകണം, മനസ്സിലാക്കി പഠിക്കാം. അണ്ടർസ്റ്റാൻഡ് ആൻഡ് ലേൺ, അതാണ് ബേസിക്കലി നമ്മൾ ചെയ്യേണ്ടത്. ഇനി മക്കളെ, ഇനി നമുക്ക് ഡിഫറൻഷിയേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിന് അൺഡിഫറൻഷിയേറ്റഡ് ആണ്, അവർക്ക് വേറെ ഫംഗ്ഷൻ ഒന്നുമില്ല, ഗ്രോത്ത് മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. എന്നാൽ ഈ ഡിവിഷനബിലിറ്റി നഷ്ടപ്പെട്ട സെല്ലുകൾ ഡിഫറൻഷിയേറ്റഡ് ആവും. ഡിവിഷനബിലിറ്റി ഉണ്ടെങ്കിൽ അത് പ്രശ്നമില്ല, മെരിസ്റ്റമാറ്റിക് ആണ്. എന്നാൽ പെർമനന്റിലേക്ക് വരുമ്പോൾ ഡിവിഷനബിലിറ്റി നഷ്ടപ്പെട്ടു, അവർ മറ്റു ചില ഫങ്ഷൻസ് പിന്നെ ചെയ്യാൻ വേണ്ടി അവരെന്ത് ചെയ്യാണ്, മോഡിഫൈ ആവുകയാണ്. അതിനെയാണ് ഡിഫറൻഷിയേഷൻ എന്ന് പറയാം. ഡിഫറൻഷിയേഷൻ സംഭവിക്കുമ്പോൾ ഗ്രോ ഇൻ സൈസ്, ഡെവലപ്പ് ഇൻ ടു സ്പെസിഫിക് ഷേപ്പ്. ഒരു സ്പെസിഫിക് ഫംഗ്ഷൻ ചെയ്യാൻ സെല്ലുകൾ തന്നെ ഒരു സ്പെസിഫിക് ഷേപ്പിലേക്ക് മാറുന്നു. ഡെവലപ്പ് ദി ഓർഗനൽ ഡ്യൂറിങ് മെച്ചുറേഷൻ. സെല്ല് മെച്ചുർ ചെയ്യുമ്പോൾ പല ഓർഗനൽസും വരുന്നു. സിസ്റ്റമാറ്റിക് ടിഷ്യൂവിലെ സെല്ലുകൾക്ക് മേജർ ഓർഗനൽസും കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ഇത് പെർമനന്റിലേക്ക് വരുന്ന സാഹചര്യത്തിൽ മെച്ചുവേർഡ് ആകുമ്പോൾ പലതരത്തിലുള്ള സെൽ ഓർഗനൽസ് അതിനകത്തേക്ക് വരുന്നു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ആൻഡ് മോർ ഇമ്പോർട്ടൻറ്റ്, ഇറ്റ് ടേക്ക് അപ്പ് ഡിഫറെന്റ് ഫംഗ്ഷൻ ടു പെർഫോം. സോ ഇറ്റ് വിൽ ബി ടേക്കിംഗ് സം ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ ചെയ്യാൻ അത് അഡാപ്റ്റഡ് ആവുകയാണ്, അതിന്റെ ഷേപ്പിൽ മാറ്റം വരുന്നു, ഓർഗനൽസ് വരുന്നു, അത് മെച്ചുവേർഡ് ആവുന്നു. സോ ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് സെല്ല് ഡിഫറൻസിയേഷൻ. ഇതിനെയാണ് സെല്ല് ഡിഫറൻസിയേഷൻ എന്ന് പറയാം. ഇനീഷ്യലി അൺഡിഫറൻഷിയേറ്റഡ് സെല്ലാണ്, അതിനൊന്നും കാര്യമായ ഫങ്ഷൻസ് കാര്യങ്ങളൊന്നും ഇല്ല, അൺഡിഫറൻഷിയേറ്റഡ് ആണ്. അൺഡിഫറൻഷിയേറ്റഡ് സെല്ലിന് ഈ ഡിവിഷനബിലിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞു, അത് പല എന്താ പറയുക സ്ട്രക്ചറൽ ഷേപ്പിൽ ചേഞ്ചസ് വരുന്നു, ഓർഗനൽസ് ആഡഡ് ആവുന്നു, അത് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ചെയ്യാൻ അഡാപ്റ്റഡ് ആവുന്നു. ദിസ് ഇസ് കോൾഡ് ഡിഫറൻസിയേഷൻ. ഇത് ഓർത്ത് വെക്കേണ്ട കാര്യമാണ് കേട്ടോ. ഇനി പെർമനന്റ് ഇഷ്യൂ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, സിമ്പിൾ പെർമനന്റ് ആൻഡ് കോംപ്ലക്സ് പെർമനന്റ്. സിമ്പിൾ പെർമനന്റിലാണ് പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. അതിലേക്കാണ് നമുക്ക് ഇനി പോകേണ്ടത് കേട്ടോ. പാരൻകൈമയിലേക്ക് ആദ്യം പോവാം മക്കളെ. പാരൻകൈമ ആയാലും കോളൻകൈമ ആയാലും സ്ക്ലീറൻകൈമ ആയാലും മെയ്ഡ് ഓഫ് സെയിം കൈൻഡ് ഓഫ് സെൽ. അതാണ് ഓർത്ത് നോക്കേണ്ടത്. അതുകൊണ്ടാണ് സിമ്പിൾ പെർമനന്റ് എന്ന് നമ്മൾ പറയുന്നത്. സെയിം കൈൻഡ് ഓഫ് ഒറ്റ ടൈപ്പ് സെല്ലേ ഉള്ളൂ. പാരൻകൈമയിലേക്ക് വരുമ്പോൾ അവിടെ കാണപ്പെടുന്ന സെല്ലുകളുടെ പ്രത്യേകത റൗണ്ട് അല്ലെങ്കിൽ ഓവൽ ഷേപ്ഡ് സെല്ലുകളായിരിക്കും. വളരെ നേർത്ത സെൽവാളുണ്ട്. ഡെൻസ് ബട്ട് സ്മോൾ ന്യൂക്ലിയസ്, സ്മോളർ ന്യൂക്ലിയസ്. സൈറ്റോപ്ലാസം ഒക്കെ ഡെൻസ് ആയിട്ട് അങ്ങനെ എന്താ പറയാ ഈ ന്യൂക്ലിയസ് അധികം ഇങ്ങനെ കാണില്ല, സ്മോൾ ആയിരിക്കും. ഡെൻസ് ആൻഡ് ലിവിങ് പ്രോട്ടോപ്ലാസം, അതിനകത്തുള്ള സൈറ്റോപ്ലാസം ആ കണ്ടന്റ് ഒക്കെ ഡെൻസ് ആയിട്ട് നിൽക്കും. ലാർജ് ഇന്റർ സെല്ലുലാർ സ്പേസ്, അതായത് ഏകദേശം ഒരു ഇതുപോലെ ഉണ്ടാവും. പാരൻകൈമ വരക്കുമ്പോൾ ഞാൻ ഫുള്ളായിട്ട് വരക്കാം, ഇങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ വരക്കാണ് കേട്ടോ. പാരൻകൈമ സെല്ലാണെങ്കിൽ ഇതിന്റെ ഇടയിലൊക്കെ സ്പേസ് കൂടുതലായിരിക്കും. ഇതിനകത്തൊക്കെ സ്പേസ് ഉണ്ടല്ലോ, ഇന്റർ സെല്ലുലാർ സ്പേസ് ആണ്, സെല്ലുകൾക്കിടയിലുള്ള സ്പേസ് കൂടുതലായിരിക്കും. ഇതിന്റെ വാൾസ് തിന്നായിരിക്കും കേട്ടോ. അത്രത്തോളം തിക്കായിട്ടുള്ള വാളൊന്നും ഉണ്ടാവില്ല, തിന്നായിട്ടുള്ള വാളായിരിക്കും. തിന്ന് സെൽ വാളാണ് ഇവരുടെ പ്രത്യേകതയാണ്. പഠിക്കണം കേട്ടോ, ഇതൊരു പ്രത്യേകത പഠിക്കണം. തിന്ന് സെൽ വാളാണ്. റൗണ്ട് ഓവൽ ആയിട്ടുള്ള, റൗണ്ട് അല്ലെങ്കിൽ ഓവൽ ഷേപ്പ്ഡ് സെൽസ് ആണ് കാണാം. ഇന്റർ സെല്ലുലാർ സ്പേസ് ഉണ്ട്, കാരണം ലൂസിലി അറേഞ്ച്ഡ് ആയിട്ടാണ് കാണാറ്. സ്മോൾ ന്യൂക്ലിയസ് ആണ്, ഡെൻസ് സൈറ്റോപ്ലാസം കാണാൻ പറ്റും. ലൊക്കേഷൻ പ്ലാന്റ്സിന്റെ ഏകദേശം എല്ലാ റീജിയൻസിലും കാണാൻ സാധിക്കാറുണ്ട് പാരൻകൈമ എന്ന് പറയുന്ന സെല്ലിന്. ഇതിന്റെ മേജർ ഫംഗ്ഷനിലേക്ക് വരുമ്പോൾ സ്ട്രക്ചറൽ സപ്പോർട്ട്, സ്റ്റോറേജ് ആണ്. സ്ട്രക്ചറൽ സപ്പോർട്ട്, സ്റ്റോറേജ്, അതാണ് പാരൻകൈമയുടെ മേജർ ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇതിനും മോഡിഫിക്കേഷൻ ഉണ്ട് കേട്ടോ. എയറൻകൈമ, ക്ലോറൻകൈമ, പ്രോസൻകൈമ എന്ന് പറഞ്ഞിട്ട് മോഡിഫിക്കേഷൻ വേറെയും വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് പാരൻകൈമയുടെ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ടൈപ്സ് ആണ്. ക്ലോറൻകൈമയും എയറൻകൈമയും നമുക്ക് നോക്കാം. അതിൽ ക്ലോറൻകൈമ എന്ന് പറഞ്ഞാൽ പാരൻകൈമ എംബഡഡ് വിത്ത് ക്ലോറോപ്ലാസ്റ്റ്.
ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്ൻ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. ധാരാളം ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിന്റെ ഫംഗ്ഷൻ ഫോട്ടോസിന്തസിസ്. അത്ര അങ്ങനെ പഠിച്ചാൽ മതി. പാരൻ കൈമയില് ക്ലോറോപ്ലാസ്റ്റുകളുടെ എണ്ണം ധാരാളമായി വന്നു. അപ്പൊ അത് എന്തായി? ഈ ക്ലോറൻ കൈമയായി. അപ്പൊ ക്ലോറൻ എന്ന് പറയുമ്പോൾ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട് എന്നുള്ളത് ആലോചിക്കാം. ഓവൽ ബാക്കിയൊക്കെ സെയിം ആണ്. ഓവൽ റൗണ്ട് ഷേപ്ഡ് ആണ്, തിൻ സെൽവാളാണ്, ഡെൻസ്, ഇതൊക്കെ സെയിം ആണ്. ഓക്കെ, പഠിക്കേണ്ട മെയിൻ പോയിന്റ് അബണ്ടന്റ് ഇൻ ക്ലോറോപ്ലാസ്റ്റ് കൂടുതലാണ്. സോ ഇറ്റ്സ് മെയിൻ ഫംഗ്ഷൻ ഇസ് ടു പെർഫോം ഫോട്ടോസിന്തസിസ്. അതാണ് ഓർത്ത് വെക്കേണ്ട കാര്യം. എയറൻ കൈമയിലേക്ക് വരുമ്പോൾ പേര് പോലെ എയറൻ കൈമ, അതിനകത്ത് ഒരുപാട് സാക്ക് അല്ല എയർ സാക്ക് ഉണ്ട്, എയർ ഫീൽഡ് സാക്ക് ഉണ്ട്. അപ്പോൾ ഇത് ബൊയൻസി, പ്രത്യേകിച്ച് അക്വാട്ടിക് ആയിട്ടുള്ള ലില്ലി അല്ലെങ്കിൽ ലോട്ടസ്, ഇതിനൊക്കെ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടി സഹായിക്കുന്നത് ഇത്തരത്തിലുള്ള എയറൻ കൈമകളാണ്. ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ സെയിം ആണ്. ഓവൽ റൗണ്ട് ഷേപ്ഡ് സെല്ലാണ്, തിൻ സെൽവാളാണ്, ഇതൊക്കെ സെയിം ആണ്. പക്ഷെ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഏത് പോയിന്റ് ശ്രദ്ധിക്കണം? ഈ പോയിന്റ് ശ്രദ്ധിക്കണം. കണ്ടെയ്ൻസ് ലാർജ് എയർ കാവിറ്റീസ്, ഹെൽപ്പ് അക്വാട്ടിക് പ്ലാന്റ് ടു കീപ് ദം ഫ്ലോട്ട്. ആ ബൊയൻസി, ആ ഒരു ഫോഴ്സ് അല്ലെ, ആ ഒരു ഫ്ലോട്ട് ചെയ്യാനുള്ള ഒരു കഴിവ് അവർക്ക് കിട്ടും. ഇതാണ് എയറൻ കൈമ. ഇനി കോളൻ കൈമയിലേക്ക് വരിക. പാരൻ കൈമ കഴിഞ്ഞു, കോളൻ കൈമ. കോളൻ കൈമയിലേക്ക് വരുമ്പോഴുള്ള പ്രത്യേകത, ഇവരുടെ വാൾസിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പിടികിട്ടും. ഇവരുടെ സെല്ലുകൾക്കിടയിലുള്ള വാൾസ് ഉണ്ടല്ലോ, വാൾസ്, ആ വാളിൽ നോക്കിക്കഴിഞ്ഞാൽ കോർണറുകളിൽ നല്ല തിക്കനിങ് കാണും. അതാണ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴിയാണ്. കോർണറിൽ തിക്നെസ് കാണാം. കണ്ടോ നിങ്ങൾ? കോർണറിൽ തിക്നെസ് കാണാം. അത് ഏറ്റവും വലിയൊരു ഫീച്ചറാണ്. നേരത്തെ പറഞ്ഞ പാരൻകൈമ ലിവിങ് ആണ്, അത് പറയാൻ വിട്ടുപോയതാണ്. ഇതും ലിവിങ് ആണ് കേട്ടോ. ഈ സെൽസും ലിവിങ് ആണ്. ലോങ് ലിവിങ് സെൽ. ഈ ലോങ് എന്ന് പറയാൻ കാരണം നമ്മൾ ഇങ്ങനെ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ലോങ് ആയിട്ട് കാണും. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ മുകളിൽ നോക്കുകയാണ്, ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കത് ഇലോങ്ങേറ്റഡ് ആയിട്ട് കാണാൻ സാധിക്കും. തിക്ക് സെൽവാൾ, ഇതിന്റെ സെൽവാൾ തിക്കാണ്. ആൻഡ് ദി ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദാറ്റ് ഇറഗുലർ തിക്കനിങ് ആണ്. തിക്കനിങ് അറ്റ് ദ കോർണർ, അതാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ. തിക്കൻഡ് അറ്റ് ദ കോർണർ. കോർണറിൽ തിക്കനിങ് ഉണ്ട്, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. തിക്ക് വാളായതുകൊണ്ട് തന്നെ ഇന്റർസെല്ലാർ സ്പേസ് കുറഞ്ഞു എന്ന് ആലോചിക്കണം. ഇന്റർസെല്ലാർ സ്പേസ് കുറഞ്ഞു. പാരൻ കൈമയില് തിന്ന് വാളാണ്, കുറച്ച് ലൂസ് ആയതുകൊണ്ട് ഇന്റർസെല്ലാർ സ്പേസ് ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ കോളനിലേക്ക് വരുന്ന സമയത്ത്, കോളൻ കൈമയിലേക്ക് വരുന്ന സമയത്ത് ഇന്റർസെല്ലാർ സ്പേസ് കുറയും. ഇനി ലൊക്കേഷൻ, ക്ലൈംബേഴ്സ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. ക്ലൈംബർ, ഈ പടർന്ന് പിടിക്കുന്ന ചെടികളാണ് ക്ലൈംബേഴ്സ് എന്ന് പറയുന്നത്. ഈ ക്ലൈംബേഴ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ഫ്ലെക്സിബിലിറ്റി ആണ്. അവർ ബ്രേക്ക് ആവരുത്. ഇങ്ങനെ ക്ലൈംബ് ചെയ്യുമ്പോൾ ഇങ്ങനെ പിടിച്ച് സപ്പോർട്ടിൽ ഇങ്ങനെ പിടിച്ച് ക്ലൈംബ് ചെയ്ത് പോകുമ്പോൾ ദേ ഷുഡ് ബി മോർ ഫ്ലെക്സിബിൾ, പ്ലയബിൾ. ആ പ്ലയബിലിറ്റി ഇത് പ്രൊവൈഡ് ചെയ്യാൻ സഹായിക്കുന്നത് കോളൻ കൈമയാണ്. സോ കോളൻ കൈമയുടെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത്, ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊവൈഡിങ് ഫ്ലെക്സിബിലിറ്റി ആണ്. അപ്പോൾ അത് ഓർത്ത് വെക്കുക, റിലേറ്റ് ചെയ്യുക. ക്ലൈംബേഴ്സിൽ കാണുന്നത് കോളൻ കൈമ മെജോറിറ്റി കാണുന്നു. കോളൻ കൈമ ഇസ് മെന്റ് ഫോർ flexibility. As you know, climber used to climb through support. Using support it will climb. So climb ചെയ്യണമെങ്കിൽ flexibility വേണം. Provide flexibility to the tendrils. Provide mechanical support also. ഓർത്ത് വെക്കണം കേട്ടോ. ഇനി സ്ക്ലീറനിലേക്ക് വരുന്ന സമയത്ത് സ്ക്ലീറൻ കൈമയുടെ വലിയ പ്രത്യേകത ഇറ്റ്സ് ഡെഡ് അറ്റ് മെച്യൂരിറ്റി എന്നുള്ളതാണ്. ഡെഡ് ആണ്. ഒന്ന് നോക്കിക്കോളൂ. ലോങ് നാരോ ഡെഡ് സെൽസ്, ഞാൻ പറഞ്ഞു. തിക്ക് ലിഗ്നിഫൈഡ് സെൽ വാൾ, ഇതിന്റെ സെൽ വാൾ തിക്കാണ്. ആൻഡ് ഇറ്റ് ഈസ് ഡിപ്പോസിറ്റഡ് വിത്ത് ലിഗ്നിൻ ഡിപ്പോസിറ്റ് ഉണ്ട്. ഓക്കെ, സിമ്പിൾ പെർമനന്റ് ടിഷ്യൂവിൽ സ്ക്ലീറൻ കൈമയുടെ പ്രത്യേകത തിക്ക് സെൽ വാൾ വിത്ത് ലിഗ്നിൻ ഡിപ്പോസിറ്റ്. ഹാവ് നാരോ ലൂമൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള സ്പേസ് ആണ്. പുറത്തുള്ളതൊക്കെ കൂടിക്കഴിഞ്ഞാൽ ഉള്ളിലുള്ള സ്പേസ് കുറയും. നാരോ ലൂമൻ. ഇത് കാണുന്നത് ഹാർഡ് കോട്ട് ഓഫ് സീഡ് കോട്ട് എന്നാൽ വിത്തിന്റെ പുറം ചട്ട, വിത്തിന്റെ പുറത്ത് നല്ല കട്ടിയുള്ള സാധനം സീഡ് കോട്ട്. ഇത് നമ്മൾ വെള്ളത്തിലിട്ടാൽ മാത്രമേ പൊതിർന്നു പോവുള്ളൂ, അല്ലെങ്കിൽ നല്ല കട്ടിയായിരിക്കും. അപ്പൊ അതിനാണ് സീഡ് കോട്ട് എന്ന് പറയാം. അപ്പൊ ഹാർഡ് സീഡ് കോട്ട് ഓഫ് ദ പ്ലാന്റ്. വാസ്കുലാർ ബണ്ടിൽസ്, വാസ്കുലാർ ബണ്ടിൽ എന്ന് പറഞ്ഞാൽ സൈലം ഫ്ലോ, അതാണ് വാസ്കുലാർ ബണ്ടിൽസിൽ പ്രസന്റ് ആണ്. ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെക്കാനിക്കൽ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നു. സീഡ് കോട്ട് ഹാർഡ് ആക്കാൻ സഹായിക്കുന്നു. വുഡി അപ്പിയറൻസ് കൊടുക്കാൻ സഹായിക്കുന്നു. ഡെഡ് സെല്ലാണെന്ന് ഓർമ്മ നോക്കാം കേട്ടോ. മെജോറിറ്റി ഓഫ് പ്ലാന്റ് സെല്ലും ഡെഡ് സെല്ലാണ് ആക്ച്വലി. ഇനി ഇതിന്റെ ടൈപ്സ് ഉണ്ട് കേട്ടോ. സ്ക്ലീറൻ കൈമയുടെ ടൈപ്സ് ഫൈബറും ഉണ്ട്, അതുപോലെ തന്നെ സ്ക്ലെറീഡ്സും ഉണ്ട്. ഓക്കെ, നമ്മുടെ ചകിരി ഒക്കെ ഉണ്ടല്ലോ, ചകിരി, അതും ഈ പറഞ്ഞിരിക്കുന്ന സ്ക്ലീറൻ കൈമാറ്റസ് ആണ്. ഇനി നമുക്ക് കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ. ഇപ്പൊ സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ കഴിഞ്ഞു. സിമ്പിൾ പെർമനന്റ് ടിഷ്യൂലാണ് നമ്മൾ പറഞ്ഞ പാരൻ കൈമ, ദെൻ കോളൻ കൈമ. പാരൻ കൈമ ടൈപ്സ് പഠിച്ചു, ക്ലോറൻ കൈമയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എയറൻ കൈമയും. പിന്നെ കോളൻ കൈമ പഠിച്ചു,
പിന്നെ നമ്മൾ പഠിച്ചത് സ്ക്ലീർ ആൻഡ് കൈമ, അതിൽ തന്നെ ഫൈബറും സ്ക്ലീറിഡ്സും ഉണ്ട്. ഇനി നമ്മൾ പഠിക്കാനുള്ളത് CPT, കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ. കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂവിൽ വരുന്ന ആളാണ് സൈലവും ഫ്ലോയവും. എന്തുകൊണ്ട് ഇവരെ കോംപ്ലക്സ് എന്ന് വിളിക്കുന്നതിന് കാരണം പറഞ്ഞു, ഇവരിൽ ഒന്നിലധികം തരം സെല്ലുകൾ ഉണ്ട്, അതുകൊണ്ട് കോംപ്ലക്സ് എന്ന് വിളിക്കുന്നു. കണ്ടോ, സൈലത്തിൽ തന്നെ ട്രക്കീഡ്, വെസല്, പാരൻകൈമ, ഫൈബർ എന്നിങ്ങനെ പലതരത്തിലുള്ള സെല്ലുകൾ കൊണ്ട് നിർമ്മിച്ചത് കൊണ്ട് ഇറ്റ്സ് കോംപ്ലക്സ്. ഇനി ഫ്ലോയത്തിലേക്ക് വരുമ്പോൾ സീവ് ട്യൂബ്, കമ്പാനിയൻ സെല്ല്, പാരൻകൈമ ഉണ്ട്, ഫൈബർ ഉണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് ഇത് കോംപ്ലക്സ് ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു. സൈലം മെന്റ് ഫോർ വാട്ടർ കണ്ടക്ഷൻ, അതാണ് അതിന്റെ ഫംഗ്ഷൻ. വാട്ടർ കണ്ടക്ഷന് സഹായിക്കും. മണ്ണിലുള്ള വെള്ളത്തെ ചെടിയുടെ മുകളിലേക്ക് എത്തിക്കണമെങ്കിൽ സൈലം വിചാരിക്കണം. റൂട്ട്സ് അബ്സോർബ് ചെയ്യുന്നു, റൂട്ടിനകത്തൂടെ ഇങ്ങനെ സൈലത്തിലേക്ക് കൂടി ഇങ്ങനെ മുകളിലേക്ക് പോകും. സൈലം ഈസ് മെന്റ് ഫോർ ദ കണ്ടക്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് എന്ന് പഠിക്കണം. ഫ്ലോയം ഈസ് മെന്റ് ഫോർ ദ ട്രാൻസ്ലൊക്കേഷൻ ഓഫ് ഫുഡ് മെറ്റീരിയൽസ്. ലീഫ് ഫുഡ് പ്രിപ്പയർ ചെയ്യും ഫോട്ടോസിന്തസിലൂടെ. അതിന് പല കൺവേർഷൻ നടന്നു അല്ലെ. ലീഫ് പ്രിപ്പയർ ചെയ്യുന്നത് ഗ്ലൂക്കോസ് ആണ്, പിന്നീട് സ്റ്റാർച്ച് ആവുന്നു, ഇത് സുക്രോസ് ആവുന്നു. ഈ സുക്രോസ് ഫ്ലോയം ട്യൂബ് വഴിയാണ് പ്ലാന്റ്സിന്റെ പല ഭാഗത്തും സൂക്ഷിച്ചു വെക്കുക യൂസിങ് എനർജി. ഇത് സംഭവിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അവിടെ, അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന ഫുഡ് മെറ്റീരിയൽ പ്ലാന്റിന്റെ പല ഭാഗത്തും എന്ത് ചെയ്യുന്നു, സൂക്ഷിച്ചു വെക്കുന്നു. അപ്പൊ അതിന് സഹായിക്കുന്നതാണ് ഫ്ലോയം എന്ന് പറയുക. ഫുഡ് മെറ്റീരിയലിന്റെ ട്രാൻസ്പോർട്ടേഷൻ കണ്ടക്ഷന് ഫ്ലോയവും, വാട്ടർ ആൻഡ് മിനറൽസിന്റെ ട്രാൻസ്പോർട്ടേഷൻ കണ്ടക്ഷന് സൈലവുമാണ് ആലോചിക്കുക. ഇനി ലൊക്കേഷനിലേക്ക് വരുമ്പോൾ സൈലം സെന്റർ ഓഫ് വാസ്കുലാർ ബണ്ടിൽ. വാസ്കുലാർ ബണ്ടിൽ എന്ന് പറഞ്ഞാൽ സൈലം ഫ്ലോയത്തിന്റെ ബണ്ടിലിനെയാണ് വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയുക. കുറച്ചുകൂടി സെന്ററിലായിട്ട് കാണുന്ന സൈലവും പിന്നെ പുറത്തേക്ക് നിൽക്കുന്നതായിട്ട് കാണുന്നതാണ് ഫ്ലോയം എന്ന് പറയുന്നത്. അപ്പൊ സൈലവും ഫ്ലോയവും ഉണ്ട്. സൈലം കുറച്ച് സെന്ററിലും ഫ്ലോയം എന്ന് പറയുന്നത് ചുറ്റിലുമാണ് കാണുന്നത്. സൈലം സെന്ററിലും ഫ്ലോയം ചുറ്റിലുമാണ് കാണാം. അപ്പൊ ഇതിൽ ഒരുപാട് എലിമെന്റ്സ് ഉണ്ട് എന്നുള്ളതും മറക്കാതെ ഓർമ്മിക്കുക. ട്രക്കീഡ്, വെസല്, പാരൻകൈമ, ഫൈബർ സൈലത്തില്. ഫ്ലോയത്തിൽ സീവ് ട്യൂബ്, കമ്പാനിയൻ സെല്ല്, പാരൻകൈമ, ഫൈബർ. ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ ഈ സൈലത്തില് പാരൻകൈമ എന്ന് പറയുന്ന സെല്ല് ഒഴികെ ബാക്കിയെല്ലാം ഡെഡ് ആണ് എന്നുള്ളതാണ്. പാരൻകൈമ ഇസ് ലിവിങ്, റെസ്റ്റ് ഓൾ ഡെഡ്. ഇനി ഫ്ലോയത്തിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഫൈബർ ഡെഡ് ആണ്, ബാക്കിയെല്ലാം ലിവിങ് ആണ്. ഫൈബർ ഡെഡ് ആണ്, അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതിയാവും. തൽക്കാലം നമുക്ക് ഇത്രയും മതി. പ്ലാന്റ് ടിഷ്യൂ നമ്മൾ കംപ്ലീറ്റ് അതിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ ഒരിക്കലും മടിക്കരുത് നിങ്ങൾ. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ ആൻഡ് സ്റ്റേ സേഫ്. ബൈ.